Hi, welcome to Renisha CS Edu World. നമ്മൾ ഈ വീഡിയോക്കകത്ത് എങ്ങനെയാണ് ഒരു ലിങ്ക് ലിസ്റ്റിനകത്ത് നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് പഠിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമ്മൾ ആ നോഡിനെ അലോക്കേറ്റ് ചെയ്യണം. ഓക്കെ, ആദ്യം അതായത് ആ നോഡിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. സെക്കൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അസൈൻ ദ ഡേറ്റ ഫീൽഡിനകത്ത് ഡേറ്റ കൊടുക്കുക. നെക്സ്റ്റ് വേണ്ടത് അതിനകത്തൊരു പോയിന്റർ ഫീൽഡ് ഉണ്ട്. ആ പോയിന്റർ ഫീൽഡിനെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാം. എങ്ങോട്ടാണ് കൊടുക്കേണ്ടത് എന്നുണ്ടെങ്കിൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മൂന്ന് കാര്യങ്ങളാണ് ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ്? ഒരു പെർട്ടിക്കുലർ നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ആ നോഡിന് ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. ഡേറ്റ ഫീൽഡ് ഡേറ്റ കൊടുക്കുക. നെക്സ്റ്റ് പോയിന്റർ ഫീൽഡ് ആണുള്ളത്. അത് എവിടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇൻസേർട്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മോർ ദാൻ വൺ പ്ലേസിൽ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇൻസേർട്ട് അറ്റ് ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഒരു ലിങ്ക് ലിസ്റ്റിനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യാം, എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പൊസിഷൻ അല്ലെങ്കിൽ സ്പെസിഫിക് പൊസിഷനിൽ ഇൻസേർട്ട് ചെയ്യാം. ഒരു ലിങ്ക് ലിസ്റ്റിന്റെ അകത്ത് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഒന്ന് ബിഗിനിങ്, എൻഡ് അല്ലെ പർട്ടിക്കുലർ പൊസിഷൻ. ഓക്കെ, അപ്പൊ ഈ മൂന്നിടത്താണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്. ലിങ്ക് ലിസ്റ്റിൽ ഒരു പുതിയ നോഡിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെങ്ങനെയാണ് ഇൻസേർട്ട് ചെയ്യുന്നത്? അതിന്റെ ബിഗിനിങ്ങിലാണെങ്കിൽ എങ്ങനെയാണ് അത് ഇൻസേർട്ട് ചെയ്യുക, അതിന്റെ അൽഗോരിതം, അതിന്റെ പ്രോഗ്രാം, ഇതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എൻഡിലാണെങ്കിൽ അത്. ഓക്കെ, അപ്പൊ ഈ ഒരു വീഡിയോക്കകത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു നോഡിനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുവാണ്. ഒരു സിംഗിൾ ലിങ്ക് ലിസ്റ്റിന്റെ ബിഗിനിങ്ങിൽ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ എങ്ങനെയാണ് അൽഗോരിതം എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഇൻസേർട്ട് ചെയ്യാൻ പോവാണ് ബിഗിനിങ്ങില്. നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ആ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് നോക്കുക. എങ്ങനെയാണ് നമ്മൾ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണോ എന്ന് നോക്കുന്നത്? ഇഫ് ദ ലിങ്ക് ലിസ്റ്റ് ഈസ് എംപ്റ്റി then start equal to null. ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണെങ്കിൽ അതിന്റെ എക്സ്റ്റേണൽ പോയിന്റ് സ്റ്റാർട്ട് എന്തായിരിക്കും? നൾ ആയിരിക്കും. Okay, start equal to null, then the linked list is empty. Empty ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ആ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്ന നോഡ് മാത്രമേ കാണത്തുള്ളൂ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു നോഡിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ പറഞ്ഞ 3 സ്റ്റെപ്പാണ്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. ഇപ്പം ഓക്കെ, ഇവിടെ ഒരു ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോഡ് ആണെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യാം. മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് ഇതിന്റെ ഡേറ്റ ഫീൽഡ്, ഇതാണ് ഇതിന്റെ ഡേറ്റ ഫീൽഡ്. ഈ ഡേറ്റ ഫീൽഡിന്റെ അകത്ത് ഡേറ്റയായി ഇൻസേർട്ട് ചെയ്യാം. പിന്നെ നമുക്ക് വരുന്നത് ലിങ്ക്ഡ് ഫീൽഡ് ആണ്. ഓക്കെ, ഡേറ്റ ഫീൽഡിന്റെ അകത്ത് നമ്മൾ ഡേറ്റയെ കൊണ്ടുവച്ചു. ഇനി നമുക്ക് ലിങ്ക്ഡ് ഫീൽഡ് ആണ് വരുന്നത്. അപ്പൊ ലിങ്ക്ഡ് ഫീൽഡിന്റെ അകത്ത് ഇനി നമ്മൾ ഈ പോയിന്റർ ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ നോക്കുക, ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ആണ് നോക്കുക. ഇഫ് ദ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ദ ലിങ്ക് ലിസ്റ്റ് ഈസ് എംപ്റ്റി. എംപ്റ്റി ആയ ഒരു ലിങ്ക് ലിസ്റ്റിലേക്ക് ഒരു നോഡിനെ കൊണ്ടുവച്ചാൽ എന്താ സംഭവിക്കുക? ഈ നോഡ് ഇൻസേർട്ട് ചെയ്യുന്ന ഈ നോഡ് മാത്രമേ കാണത്തുള്ളൂ, അല്ലെ? അതിനകത്ത് എംപ്റ്റി ആയിരുന്നു. അപ്പൊ എംപ്റ്റി ആയിട്ടുള്ളതിനകത്ത് നമ്മൾ പുതിയ ഒരെണ്ണം ഇൻസേർട്ട് ചെയ്യുവാണ്. അപ്പൊ ഇൻസേർട്ട് ചെയ്യുവാണെങ്കിൽ ഈ നോഡ് മാത്രമേ കാണത്തുള്ളൂ. അപ്പൊ എന്തൊക്കെ ചേഞ്ചസ് ഇവിടെ വരണം? ഇതിന്റെ ലിങ്ക്ഡ് ഫീൽഡ് എന്തായിരിക്കും? നൾ ആയിരിക്കും. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഈ ഒറ്റ ഒരു നോഡേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിന്റെ എൻഡ് എന്താണ്? ആ നോഡ് തന്നെ ആയിരിക്കും, അല്ലെ? എൻഡ് ഓഫ് ദി ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യണം? നൾ സെറ്റ് ചെയ്യണം. ഇനി എന്താണ് സെറ്റ് ചെയ്യേണ്ടത്? സ്റ്റാർട്ട് ഈക്വൽ ടു നൾ മീൻസ് ലിങ്ക് ലിസ്റ്റ് ഈസ് എംപ്റ്റി. എംപ്റ്റി ആണോ? ഇപ്പൊ ഒരു നോഡ് ഇൻസേർട്ട് ആയില്ലേ? അപ്പൊ എന്ത് ചെയ്യണം? സ്റ്റാർട്ട് ഇവിടെ പോയിന്റ് ചെയ്യണം, ടെമ്പിലോട്ട് പോയിന്റ് ചെയ്യണം. സ്റ്റാർട്ട് എക്സ്റ്റേണൽ പോയിന്റർ പോയിന്റ് ടു ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യാം. അപ്പൊ മനസ്സിലായോ? അപ്പൊ എന്താ പറഞ്ഞ, ആദ്യം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. അലോക്കേറ്റ് ചെയ്തിട്ട് ഡേറ്റ ഫീൽഡിനകത്ത് നമ്മൾ ഡേറ്റയെ കൊണ്ടുവച്ചിട്ട് ഇനിയും പോയിന്റർ ഫീൽഡ് ആണ് നമുക്ക് കൊടുക്കേണ്ടത്. ഇപ്പൊ അതിന്റെ അത് നമ്മൾ ഫസ്റ്റ് നോക്കണം, ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ആണോ നോക്കുക. ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ
ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ഇതിന്റെ പോയിന്റർ ഫീൽഡ് നള്ളാവും. എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് പോയിന്റ് ടു ന്യൂ നോഡ്. സ്റ്റാർട്ട് പോയിന്റ് ചെയ്യുന്നത് എങ്ങോട്ടാണ്, ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇപ്പൊ സ്റ്റാർട്ട് ഈക്വൽ ടു നൾ അല്ല, സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ. സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞ എന്താ കണ്ടീഷൻ, നമ്മളൊരു മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം അതിന്റെ പേര് ടെമ്പ് എന്ന് പറഞ്ഞു. അതിന്റെ അത് ഒരു എലിമെന്റ് ഉണ്ട്, എലിമെന്റ് കൊണ്ട് ഇൻസേർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഈ പോയിന്റർ ഫീൽഡ് ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്ത് ചെയ്യണം, അപ്പൊ ഇത് പറഞ്ഞിരിക്കുന്നത് സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ മീൻസ് ദ ലിങ്ക് ലിസ്റ്റ് ഈസ് നോട്ട് എംപ്റ്റി. ദാറ്റ് മീൻസ് ഇറ്റ് കണ്ടെയ്ൻസ് എലിമെന്റ്സ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഇരിക്കുന്ന ലിങ്ക് ലിസ്റ്റ് ഇതാണെന്ന് വിചാരിക്കുക. The linked list is not empty. The linked list is not empty. That means it contains element. In this linked list, it contains 3 elements, 8, 1, 4. Start ഈ ഒരു ലിങ്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എംപ്റ്റി അല്ല. ഇതിനകത്ത് എന്തുണ്ട്, 3 എലിമെന്റ്സ് ഉണ്ട്, 8 ഉണ്ട്, 1 ഉണ്ട്, 4 ഉണ്ട്. സ്റ്റാർട്ട് എവിടെ പോയിന്റ് ചെയ്തിരിക്കുന്നത്, ഫസ്റ്റിലാണ് എപ്പോഴും പോയിന്റ് ചെയ്യുന്നത്. ഇനിയും എന്താ ചെയ്യേണ്ടത്, ഇവിടെ നിന്ന് എങ്ങോട്ട് പോയിന്റ്, സ്റ്റാർട്ടിങ് അറ്റ് ദ ബിഗിനിങ് എന്നാ പറഞ്ഞിരിക്കുന്നത്. ന്യൂ നോഡ് ഇൻസേർട്ട് അറ്റ് ദ ബിഗിനിങ്. അപ്പൊ എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ നമ്മൾ പോയിന്റർ വരയ്ക്കേണ്ടത്. അതായത് ഈ ഒരു ഫീൽഡിന്റെ അകത്ത് ഇതിന്റെ അഡ്രസ് ആണ് വേണ്ടത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് ഇത് കണക്ട് ചെയ്യേണ്ടത്. ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇനി സ്റ്റാർട്ട് എവിടെ പോയിന്റ് ചെയ്യേണ്ടത്, സ്റ്റാർട്ട് ഇവിടെ ആണോ, സ്റ്റാർട്ടിങ് ഓഫ് ദ ലിങ്ക് ലിസ്റ്റ്. അപ്പൊ എന്താവും, ഇവിടെ ആവും. അപ്പൊ സ്റ്റാർട്ട് ഇവിടെ നിന്നുള്ളത് മാറി എങ്ങോട്ട് വരണം, ഇങ്ങോട്ട് വരണം. സ്റ്റാർട്ട് ഇവിടുന്ന് മാറും. ഓക്കെ, ഇവിടുന്ന് മാറിയിട്ട് സ്റ്റാർട്ട് എങ്ങോട്ട് വരും, ഇവിടെ വരും. ദിസ് ഈസ് ദ ന്യൂ ലിങ്ക് ലിസ്റ്റ്. അപ്പം ലിങ്ക് ലിസ്റ്റ് ഇൻസേർട്ട് അറ്റ് ബിഗിനിങ് ആണെങ്കിൽ നമ്മൾ എന്താ നോക്കേണ്ടത്, ഫസ്റ്റ് ഏതും ആയിക്കോട്ടെ ഒരു എലിമെന്റ് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ മെമ്മറി അലോക്കേറ്റ് ചെയ്യുക. മെമ്മറി അലോക്കേറ്റ് ചെയ്തിട്ട് അതിനകത്ത് ഡേറ്റ ഫീൽഡിനകത്ത് ഡേറ്റ കൊണ്ടുവെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പൊ ഇതിന്റെ അകത്ത് 2 കണ്ടീഷൻ ഉണ്ട്. സ്റ്റാർട്ട് ഈക്വൽ ടു നൾ എന്ന് പറഞ്ഞാൽ ലിങ്ക് ലിസ്റ്റ് എംപ്റ്റി ആണ്. ആ കേസിൽ എന്ത് വരും, ഈ ഇൻസേർട്ട് ചെയ്യുന്ന എലിമെന്റ് മാത്രമേ വരത്തുള്ളൂ. therefore ലിങ്ക്ഡ് ഫീൽഡ് നൾ ആക്കി സെറ്റ് ചെയ്യണം. സ്റ്റാർട്ട് എന്നിട്ട് എന്ത് ചെയ്യണം, ആ ന്യൂ നോഡിലോട്ട് പോയിന്റ് ചെയ്യണം. അപ്പൊ അതാണ് ഒരു കണ്ടീഷൻ. ഇനിയും രണ്ടാമത്തെ കണ്ടീഷൻ, സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ. അപ്പൊ എങ്ങോട്ട് പോയിന്റർ കണക്ട് ചെയ്യണം, പോയിന്റർ കണക്ട് ചെയ്യേണ്ടത് സ്റ്റാർട്ടിങ്ങിലോട്ട് അല്ലെ. ഇതിന്റെ പോയിന്റർ പ്രീവിയസ് ഏതാണോ ഉണ്ടായിരുന്ന ഓൾഡ് നോഡിന്റെ സ്റ്റാർട്ടിങ്ങിലോട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം, സ്റ്റാർട്ട് എങ്ങോട്ട് മാറും, ന്യൂ നോഡിലോട്ട് മാറും. ഓക്കെ, ഇങ്ങനെയാണ് ഒരു എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതിന്റെ എങ്ങനെയാണ് അൽഗോരിതം എഴുതുന്നത് എന്നുള്ളതാണ് നെക്സ്റ്റ് പറയുന്നത്. അൽഗോരിതം സ്റ്റാർട്ട് ചെയ്തു. then allocate memory for new node. നമ്മുടെ ഈ ന്യൂ നോഡ് എന്ന് പറയുന്നതാണ് ഇവിടുത്തെ എന്താണ്, പുതിയ നോഡ്. അതിനു വേണ്ടി ആവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്ത് എന്താ പറഞ്ഞു, ഇൻസേർട്ട് ഡേറ്റ ഇൻ ടു ദ ഡേറ്റ ഫീൽഡ് ഓഫ് ന്യൂ നോഡ്. ഡേറ്റ ഫീൽഡിന്റെ അകത്ത് എന്ത് കൊടുത്തു, ഡേറ്റ കൊടുത്തു, 5 എന്ന് പറഞ്ഞിട്ടുള്ള ഡേറ്റ കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത എന്താ പറയുക, ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ. സ്റ്റാർട്ട് നൾ ആണെങ്കിൽ the linked list is empty. Then go to step 5. linked list empty ആണെങ്കിൽ സ്റ്റെപ്പ് 5 ലേക്ക് പോവാം. സ്റ്റെപ്പ് 5 എന്താ പറഞ്ഞിരിക്കുന്നത്, ഇൻസേർട്ട് നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ന്യൂ നോഡ് ടു നൾ. ഓക്കെ, ന്യൂ നോഡ് ഇതാണ് ന്യൂ നോഡ്. ഇതിന്റെ നെക്സ്റ്റ് ഫീൽഡ് എന്ന് പറയുന്നത് എന്താക്കുക, നള്ളാക്കുക. സെറ്റ് സ്റ്റാർട്ട് പോയിന്റ് ടു ന്യൂ നോഡ്. സ്റ്റാർട്ടിന് എവിടെ പോയിന്റ് ചെയ്യും, ഈ ന്യൂ നോഡ്. സ്റ്റാർട്ട് പോയിന്റ് ടു ന്യൂ നോഡ്, ഇതാണ് അവിടെ നടക്കുന്നത്. ഇനി ഇഫ് സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ, നോട്ട് ഈക്വൽ ടു നൾ ആണ് എന്താ പറഞ്ഞിരിക്കുന്നത്, ഗോ ടു സ്റ്റെപ്പ് 6. സ്റ്റെപ്പ് 6ൽ എന്താ ചെയ്തിരിക്കുന്നത്, നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ന്യൂ നോഡ്, ഇതാണ് നെക്സ്റ്റ് ഫീൽഡ്. ദ നെക്സ്റ്റ് ഫീൽഡ് ഓഫ് ന്യൂ നോഡ് പോയിന്റ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യാം. ഓക്കെ, ഇനി സ്റ്റാർട്ട് പോയിന്റ് ടു ന്യൂ നോഡ്. ഇനിയും സ്റ്റാർട്ട് എന്ന് പറയുന്ന ഏതാണ്, ഇത് മാറി സ്റ്റാർട്ട് എങ്ങോട്ട് പോയിന്റ് ചെയ്യണം, ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യണം. ഓക്കെ,
then stop. ഇതാണ് അൽഗോരിതം. മനസ്സിലായ? അപ്പം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു, ഡേറ്റ ഫീൽഡ് ഡേറ്റ കൊടുത്തു. ഇനി നമ്മൾ നോക്കുന്നത് സ്റ്റാർട്ട് ഈക്വൽ ടു നൾ ആണോ നോക്കുക. സ്റ്റാർട്ട് നൾ ആണെങ്കിൽ ആ നോഡ് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ലിങ്ക്ഡ് ഫീൽഡിന്റെ അകത്ത് നള്ള് സെറ്റ് ചെയ്തു, സ്റ്റാർട്ട് എന്ത് ചെയ്തു, ന്യൂ നോഡി പോയിന്റ് ചെയ്തു. ഓക്കെ, സ്റ്റാർട്ട് നോട്ട് ഈക്വൽ ടു നൾ, സ്റ്റാർട്ട് നൾ അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തു, ലിങ്ക്ഡ് ഫീൽഡ് ഓഫ് ന്യൂ നോട്ട് പോയിന്റ് ടു സ്റ്റാർട്ട്, സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്തു. ഇവിടെ സ്റ്റാർട്ട് ഇതിലേക്ക് പോയിന്റ് ചെയ്തു. ഇനി എന്ത് ചെയ്യണം, സ്റ്റാർട്ട് എവിടെ നിന്ന് പോയിന്റ് ചെയ്യും, ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യും. ഓക്കെ, അപ്പം ഇതാണ് അൽഗോരിതം. ഇനി ഇതിന്റെ പ്രോഗ്രാം ആണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോവാണ്. പ്രോഗ്രാം എഴുതാൻ പോകുമ്പോൾ ഈ ഒരു വോയിഡ് മെയിൻ, അതായത് ഇവിടെ സ്ട്രക്ചർ, അതായത് നോഡിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത്, അതെങ്ങനെ കോൾ ചെയ്യും, അതെങ്ങനെയാണ് അതിൻ്റെ അത് എഴുതുന്നത്, ഇത്തരം കാര്യങ്ങള് ഞാനിപ്പം പറയും. ബാക്കി ഇനി പറയുമ്പോഴത്തേന് ഇതെല്ലാം എല്ലാ പ്രോഗ്രാമിൻ്റെ അകത്തും വരേണ്ടതാണ്. പിന്നെ ബാക്കി ഫംഗ്ഷൻ ആയിട്ടായിരിക്കും പറയുന്നത്. അപ്പൊ ഇത് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാൻ വേണ്ടി ഇതിന്റെ ഫുള്ള് പ്രോഗ്രാം പറയാൻ പോവാണ്. അപ്പൊ ഹാഷ് ഇൻക്ലൂഡ് stdio.h, ഹാഷ് ഇൻക്ലൂഡ് conio.h ഹെഡർ ഫയൽ എഴുതി. ഇനി സ്ട്രക്ട് നോഡ്, നോഡിനെ നമ്മൾ ഡിക്ലെയർ ചെയ്യാണ്. സ്ട്രക്ട് നോഡ് ബ്രാക്കറ്റ് ഓപ്പൺ ഇൻറ്റു ഡേറ്റ, രണ്ട് ഫീൽഡ് ഉണ്ടെന്ന് പറഞ്ഞു, ഡേറ്റ ഫീൽഡും ഉണ്ട്, ലിങ്ക്ഡ് ഫീൽഡും ഉണ്ട്. ഓക്കെ, ഡേറ്റ ഫീൽഡോട് നെക്സ്റ്റ് എന്നാണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത്. അപ്പൊ സ്ട്രക്ട് നോഡ് സ്റ്റാർ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ഒരു നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഒരു പോയിന്റർ ആണ് നെക്സ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ വോയിഡ് മെയിൻ എഴുതാൻ. വോയിഡ് മെയിൻ then a type def struct node എന്ന് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത്, ടൈപ്പ് ഡെഫ് എന്ന് പറയുന്നത് ഏലിയസ് നെയിം കൊടുക്കാനാണ് നമ്മൾ യൂസ് ചെയ്യുക. അപ്പൊ സ്ട്രക്ട് നോഡിന് പകരം ഇനി എന്ത് വിളിച്ചാൽ മതി, നോഡ് എന്ന് വിളിച്ചാൽ മതി. ഓരോ പ്രാവശ്യം സ്ട്രക്ട് നോഡ് എന്ന് വിളിക്കേണ്ട കാര്യമില്ല. അപ്പം നോഡ് പിന്നെന്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്, നമുക്ക് ഇതിന്റെ അകത്ത് സ്റ്റാർട്ട് എന്ന് പറഞ്ഞ പോയിന്റർ ഉണ്ട്. ഓക്കെ, നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റർ ആണ് സ്റ്റാർട്ട്. അതുപോലെ ടെമ്പ് ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് വേണ്ടത് ഡേറ്റ ഇൻസേർട്ട് ചെയ്യണം. ഓക്കെ, ഡേറ്റ നമുക്ക് എന്താണോ വേണ്ടത് അത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ അതിനെ ഇവിടുന്ന് കോൾ ചെയ്യുവാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഡിക്ലെയർ ചെയ്യണം ഇന്റ് ഐറ്റം എന്ന് കൊടുത്തു, ഐറ്റം എന്ന് കൊടുത്തു. ഈ ഐറ്റത്തിന് എന്ത് ചെയ്തു, ഞാൻ ഗെറ്റ് ഒരു ഇൻസേർട്ട് എന്ന് പറഞ്ഞ ഫംഗ്ഷനിലേക്ക് നമ്മൾ വിളിക്കുകയാണ്, കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം പ്രിന്റർ enter the item to be inserted, scanf %d ampersand item. ഞാൻ ഇതിനെ ഇൻസേർട്ട് ഐറ്റം എന്ന് പറഞ്ഞ് ഞാൻ പാസ് ചെയ്തു. ഇൻസേർട്ട് ഐറ്റം. ഓക്കെ, ഫംഗ്ഷനോടെ ഞാൻ ഈ പ്രോഗ്രാമിലൂടെ ക്ലോസ് ചെയ്യണം. അപ്പൊ എൻറ്റർ ചെയ്യേണ്ട ഏതാണോ ഐറ്റം അതിനെ റീഡ് ചെയ്തു, ഇവിടെയാണ് റീഡ് ചെയ്തത്. ആ ഐറ്റത്തിനെ എന്ത് ചെയ്തു, ഫംഗ്ഷനിലേക്ക് പാസ് ചെയ്തു. ഓക്കെ, ഇനി ഫംഗ്ഷൻ ആണ് നമുക്ക് എഴുതാനുള്ളത്. ഗെറ്റ് CH എന്ന് പറയുമ്പോൾ അവിടെ അതുകൊണ്ട് സ്റ്റോപ്പ് ചെയ്തു. അപ്പൊ ഗെറ്റ് CH എന്ന് പറയുമ്പോൾ തന്നെ ഈ പ്രോഗ്രാമിന് ഇത് വെളി വരും. ഇവിടെ നിന്ന് ഇൻസേർട്ട് ഐറ്റം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇറ്റ് ഇസ് എ ഫംഗ്ഷൻ. അതുകൊണ്ട് എന്ത് ചെയ്യും, ആ ഫംഗ്ഷൻ എവിടാണോ കിടക്കുന്നത് അങ്ങോട്ട് അത് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ ഇൻസേർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഫംഗ്ഷൻ എഴുതുവാണ്. വോയിഡ് ഇൻസേർട്ട് ഐറ്റത്തിനെ പാസ് ചെയ്യുകയാണ്. ഐറ്റം ആദ്യം എന്താണ് പറഞ്ഞത്, ഞാൻ മെമ്മറി നമുക്ക് എന്താണോ ആവശ്യമുള്ളത് അത് നമുക്ക് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ടെമ്പ് എന്ന് പറഞ്ഞിട്ടുള്ള മെമ്മറിയാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമ്മൾ ഈ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നോഡ് സ്റ്റാർ ടെമ്പ് എന്ന് കൊടുത്തു. ഓക്കെ, അത് ആദ്യം ആ പോയിന്റിനെ നമ്മൾ എന്ത് ചെയ്ത മെമ്മറി, ആ മെമ്മറിയിലേക്ക് പോയിന്റ് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ ഡിക്ലെയർ ചെയ്തു. ഇനി എന്ത് ചെയ്യണം, ഇതിനാവശ്യമായിട്ടുള്ള മെമ്മറി അലോക്കേറ്റ് ചെയ്യണം. എങ്ങനെയാണ് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നത്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. temp is equal to node star malloc size of node. മെമ്മറി അലോക്കേറ്റ് ചെയ്യാം. മെമ്മറി അലോക്കേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇങ്ങനെ യൂസ് ചെയ്യാം. temp is equal to malloc size of node.
അപ്പൊ എന്ത് ചെയ്യും, ഈ നോഡിന് എത്രയാണോ മെമ്മറി ഉള്ളത് അത്രയും മെമ്മറി ഇത് ടെമ്പിന് അലോക്കേറ്റ് ചെയ്യും. അപ്പൊ ഈ കേസിൽ നോഡിന് എന്താണ്, 2 ഫീൽഡ് ഉണ്ട്, ഡേറ്റ ഫീൽഡും ഉണ്ട്, നെക്സ്റ്റും ഉണ്ട്. അതുപോലെ തന്നെയുള്ള മെമ്മറി, അതായത് 2 ഫീൽഡ്, അത്രയും മെമ്മറി ആർക്ക് അലോക്കേറ്റ് ചെയ്യും, ടെമ്പിന് അലോക്കേറ്റ് ചെയ്യും. ഓക്കെ, അപ്പം നമ്മൾ മെമ്മറി അലോക്കേറ്റ് ചെയ്തു. നെക്സ്റ്റ് എന്താ വേണ്ടേ, ഡേറ്റ ഫീൽഡ് ഡേറ്റയെ കൊണ്ടുവെക്കണം. അതിനുവേണ്ടി നമ്മൾ ഇങ്ങനെയാണ് കൊടുക്കുന്നത്, ടെം ആരോ. ഓക്കെ, ഡേറ്റ ഫീൽഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണോ നെയിം കൊടുത്തിരിക്കുന്നത് ആ നെയിം വേണം ഇവിടെ കൊടുക്കാൻ. മനസ്സിലായോ? ഡേറ്റ ഫീൽഡ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഫീൽഡിനെയാണ് ഫസ്റ്റ് ഫീൽഡ്. ലിങ്ക്ഡ് ഫീൽഡ് എന്ന് പറയുന്നത് ഈ ഫീൽഡിനെയാണ്. അപ്പൊ ഡേറ്റ ഫീൽഡിനകത്ത് എന്ത് നെയിമാണ് കൊടുത്തിരിക്കുന്നത്, ഡേറ്റ. അത് തന്നെ വേണം ഇവിടെ കൊടുക്കാനായിട്ട്. ടെമ്പ് ഡേറ്റ ഈസ് ഈക്വൽ ടു, ഡേറ്റ ഫീൽഡിനകത്ത് എന്താണ് ഐറ്റം ആണ് നമ്മൾ കൊടുത്തേക്കുന്നത്. അപ്പൊ ഡേറ്റ ടെമ്പ് ഡേറ്റ ഈസ് ഈക്വൽ ടു ഐറ്റം എന്ന് വരും. ഇനി എന്താണ് നമുക്ക് നെക്സ്റ്റ് വേണ്ടത്, ഇനി പോയിന്റർ ആണ് സെറ്റ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് മുമ്പ് നമ്മൾ നോക്കണം സ്റ്റാർട്ട് ഈക്വൽ ടു നൾ ആണോ നോക്കണം. ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യണം, ഇപ്പം ഇൻസേർട്ട് ചെയ്ത നോഡിന്റെ എൻഡ്, അതായത് ലിങ്ക്ഡ് ഫീൽഡ് നൾ ആക്കണം. സ്റ്റാർട്ട് എന്നിട്ട് ഇങ്ങോട്ട് പോയിന്റ് ചെയ്യണം. ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ, ഇഫ് സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു നൾ ആണെങ്കിൽ എന്ത് ചെയ്യാൻ പറഞ്ഞ, ടെമ്പിന്റെ ഡേറ്റ ഫീൽഡ്. ഓക്കെ, ടെമ്പിന്റെ ഡേറ്റ ഫീൽഡ് എന്ന് പറയുമ്പോൾ നെക്സ്റ്റ് ഫീൽഡ് ആണ്, അത് നൾ ആക്കുക. ടെമ്പ് ആരോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ആരോ കൊടുക്കുന്നത് നിങ്ങളുടെ ഇതിനകത്ത് മൈനസ് സൈൻ ഇടുക, ഗ്രേറ്റർ ദാൻ സിമ്പിൾ ഇടുക, അങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്. അപ്പം ടെമ്പ് നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു നള്ളാക്കി. ഓക്കെ, അതായത് രണ്ടാമത്തെ ഫീൽഡ് എന്താക്കി, നള്ളാക്കി. ഇനി എന്താ ഇത്, സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ടെമ്പ്. സ്റ്റാർട്ട് ഇപ്പൊ എവിടെയാണ്, ടെമ്പിലേക്ക് പോയിന്റ് ചെയ്യും. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സെയിം കണ്ടീഷൻ തന്നെ. എൽസ്, അല്ലെങ്കിൽ നിങ്ങൾ ആ വരച്ച ആ പിക്ചർ എടുത്ത് നോക്കുക, സെയിം തന്നെയാണ് ഇതിനകത്ത് ചെയ്യുന്നത്. എൽസിനകത്ത് എന്താ ചെയ്യാനാ പറഞ്ഞേ, എൽസിനകത്ത് ചെയ്യേണ്ടത് ടെമ്പിന്റെ നെക്സ്റ്റ് എടുത്ത് സ്റ്റാർട്ടിലേക്ക് പോയിന്റ് ചെയ്യാം. എങ്ങനെ കൊടുത്തിരിക്കുന്നത്, ടെമ്പിന്റെ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട്. അതായത് ഇപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത്, ഇവിടെ ടെമ്പ് ഉണ്ട്. ടെമ്പ് നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുന്നത് ഇതാണ്. ടെമ്പിന്റെ നെക്സ്റ്റ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ സ്റ്റാർട്ടിലേക്ക് അത് പോയിന്റ് ചെയ്യും. മനസ്സിലായി? ടെമ്പിന്റെ നെക്സ്റ്റ് ഇസ് ഈക്വൽ ടു സ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ടെമ്പിന്റെ നെക്സ്റ്റ് അത് എങ്ങോട്ടാണ്, ഈ നോഡിന്റെ പേര് സ്റ്റാർട്ട് എന്നാണ്. ടെമ്പിന്റെ നെക്സ്റ്റ് എങ്ങോട്ട് പോയിന്റ് ചെയ്തു, സ്റ്റാർട്ടിലേക്ക്. ഇനി സ്റ്റാർട്ട് എന്ത് ചെയ്യാനാ പറഞ്ഞത്, ഈ ന്യൂ നോഡിലേക്ക് പോയിന്റ് ചെയ്യാം. അപ്പൊ സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ന്യൂ നോഡിന്റെ പേര് ടെമ്പ്. ഓക്കെ, അപ്പം സ്റ്റാർട്ട് ഈസ് ഈക്വൽ ടു ടെമ്പ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ സ്റ്റാർട്ട് എവിടോട്ട് പോയിന്റ് ചെയ്യും, ഇവിടോട്ട് പോയിന്റ് ചെയ്യും. ഓക്കെ, സ്റ്റാർട്ട് ഇവിടെ പോയിന്റ് ചെയ്യും. മനസ്സിലായോ? ഇങ്ങനെയാണ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുന്നത്, ഒരു ന്യൂ നോഡിനെ ബിഗിനിങ്ങിൽ ഇൻസേർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ അകത്ത് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും പോർഷൻസ് എല്ലാത്തിനകത്തും സെയിം ആയിരിക്കും. ഓക്കെ, ഇനി ഞാൻ എഴുതുമ്പോ ഇത് എഴുതത്തില്ല. ഓക്കെ, ഇത് നോഡ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ളത്, പിന്നെ വേറൊരു പേര് കൊടുക്കുന്നത്, പിന്നെ നമ്മൾ ഫംഗ്ഷൻ ആയിട്ട് എഴുതി പോകത്തേ ഉള്ളൂ. അപ്പം ഇതാണ് ഒരു നോഡിന്റെ ബിഗിനിങ്ങിലെ എലിമെന്റിനെ ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത്. മനസ്സിലായോ? നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ പുതിയ അപ്ഡേറ്റ്സ് അറിയാൻ സബ്സ്ക്രൈബ് ആൻഡ് ബെൽ ഐക്കണിൽ പ്രസ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. Means it contains only one element. There, go to step 6.